ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. വീണ്ടൊരിക്കൽ കൂടെ നിങ്ങളെ കാണുവാനും ദൈവവചനം സംസാരിക്കുവാനൊരവസരം സകലകലാവല്ലഭനും പിതാവിൻ്റെ ശ്രീമന്തപുത്രന ദൈവം ലഭിച്ചതായി നല്ല സമയത്തിന് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ കേട്ടതായ ദൈവദൂതുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയോജനകരമായി തീരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്നും ദയവായിട്ട് നിങ്ങൾ ഈ വചനം ശ്രദ്ധിക്കുമല്ലോ. പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വൻ മാറ്റങ്ങൾ അരുമനാഥനായ ദൈവം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇന്ന് ചിന്തിക്കാൻ പോകുന്ന നമ്മുടെ വിഷയം ശൗല് അറബിയിലേക്കുള്ള യാത്രയാണ്. ശൗൽ ഇപ്പോൾ അറബിയിലേക്ക് പോവുകയാണ്. വാസ്തവത്തിൽ നമ്മൾ തുടങ്ങി വെച്ച് അല്ലെങ്കിൽ വായിച്ചതായ ഈ ഭാഗങ്ങളിൽ അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ച് യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ സമ്മതിപ്പിച്ചു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദമസ്കോസ് ലോകത്തിലെ ഏറ്റവും പുരാതന നഗരങ്ങളിൽ ഒന്നാണ് ദമസ്കോസ്. ഹെർമോൺ മലയ്ക്കും സിറിയ മരുഭൂമിക്കും ഇടയിൽ 700 മീറ്ററോളം ഉയർന്ന് നിൽക്കുന്നതായ ഈ ദമസ്കോസ് പട്ടണം അതിമനോഹരമായ, ആരെയും ആകർഷിക്കുന്ന, പ്രത്യേകിച്ച് ദൈവദാസനായ സ്തേപ്പാനോസിൻ്റെ കുലഭാഗത്തിന് ശേഷം ചെതറി ഓടിയതായതിൻ്റെ വിശ്വാസികൾ തിങ്ങിപ്പാർക്കുന്ന ഒരിടമാണ് ദമസ്കോസ്. അവിടെ താൻ സാക്ഷിയായി തീർന്ന ശേഷം തൻ്റെ വിശ്വാസികളോടൊപ്പം അല്പകാലം താമസിച്ചതിന് ശേഷം താൻ അറേബ്യൻ പ്രദേശത്തേക്ക് പോകുകയാണ്. വാസ്തവത്തിൽ ഈ രംഗം പൗലോസിൽ കൂടിയാണ് നാം അറിയുന്നത്. ഒരു പ്രത്യേക കാരണം, താൻ ദമസ്കോസിലായിരുന്ന ദിനങ്ങളിൽ ശൗല് ചിന്തിക്കുന്ന ഏറെ കാര്യങ്ങളുണ്ടായിരുന്നു. തൻ്റെ ഭാവി കാര്യം, ദമസ്കോസ് റോഡിൽ വെച്ച് പ്രത്യക്ഷനായ യേശു കർത്താവിന്മാരുടെ ധ്യാനത്തിലൂടെയുള്ള ആ ബന്ധത്തിൽ ഇനി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, കർത്താവുമായുള്ള അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ട് അനുഭവങ്ങളെ വിലയിരുത്തുവാനും കാലോചിതമായ നല്ലൊരു തീരുമാനമെടുക്കുവാൻ ഒരു ഏകാന്തത ആവശ്യമാണ് എന്ന് ശൗല് ധ്യാനത്തിലൂടെ അത് മനസ്സിലാക്കി. അതിനുവേണ്ടി ദമസ്കോസ് പട്ടണം വിട്ട് അറേബ്യൻ മരുഭൂമിയിൽ വിജന പ്രദേശത്തേക്ക് പോകുക എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. ഒരുപക്ഷെ ഈ വേദഭാഗം വായിക്കുമ്പോൾ അങ്ങനെ ഒരു ഭാഗം ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നില്ല. ഒരുപക്ഷെ ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ ലൂക്കോസ് എഴുതി അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അപ്പോസ്തലനായ പൗലോസിൽ നിന്ന് തന്നെയാണ് ഈ കാര്യം നാം മനസ്സിലാക്കുന്നത്. ഗലാത്യയുടെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ, എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഗലാത്യർക്കെഴുതിയ ലേഖനത്തിലൂടെയാണ് പൗലോസ് അല്ലെങ്കിൽ ശൗല് അറബിയയിലേക്ക് പോയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രിയ ദൈവജനമേ, ഈ ഒരു ഭാഗം ലൂക്കോസ് വിട്ടുകളഞ്ഞതിൽ ചിലർക്ക് വളരെ അതൃപ്തി തോന്നിയിട്ടുണ്ട്. സ്തോത്രം. പക്ഷേ ഈ അറബിയിലേക്ക് പോകാനുള്ളതായ തീരുമാനം
ആരോടും ആലോചിച്ച് ചെയ്തതല്ല. പ്രസ്തുത അരുമനാഥനായ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ, ധ്യാനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ ലഭിച്ചതായ ഒരു വെളിപാടാണ് ഈ അറബിയിലേക്ക് പോകുവാൻ ഉള്ള തീരുമാനം. സ്തോത്രം. വാസ്തവത്തിൽ അതൊരു അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. ഈ ഗലാത്യർ പുസ്തകം 1-ാം അധ്യായം 15-17 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം, പ്രൈസ് ദി ലോർഡ്, വിളിച്ചിരിക്കുന്ന തിരിച്ച ദൈവം, വിളിച്ചു വേർതിരിച്ചു. ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് വിളിച്ച് വേർതിരിക്കുക, ഒരു വേർപാടിൻ്റെ അനുഭവം. ഈ വേർപാടിൻ്റെ അനുഭവം ഇല്ല എങ്കിൽ മാനസാന്തരപ്പെടുവാൻ ഒരു വ്യക്തിയും സാധ്യമല്ല. ദൈവവിളിയും ആ വിളിയോടൊപ്പം വേർപാടും. സ്തോത്രം. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ധാരാളം വേർപാട് സഭകളുണ്ട്. പക്ഷേ ആ വേർപാടുകളിൽ നിന്ന് വ്യത്യസ്തമാണ് ജീവിതം. കാരണം ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും എന്ന നാമവും മറന്നിട്ട് മറ്റൊരു വേർപാടിലുള്ള ജീവിതം, അത് തന്നെയാണ് ക്രിസ്തീയ ജീവിതമെന്ന് അഭിമാനിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ പൗലോസിൻ്റെ ജീവിത യാത്ര അങ്ങനെയല്ല. താൻ വിളിച്ച ആ നിമിഷം മുതൽ ഒരു വേർപെട്ട ജീവിതം അദ്ദേഹം നയിക്കുവാൻ തീരുമാനമെടുത്തു. ദൈവ പൈതലേ, നാം എല്ലാവരും വിളിക്ക് യോഗ്യരായവരാണ്. ആ വിളിക്ക് തക്ക യോഗ്യമാം വണ്ണം നാം നടക്കേണ്ടതും ആവശ്യമാണ്. അതിലുപരി ഈ ഭൂമിയിൽ നിന്ന്, ഈ സമൂഹത്തിൽ നിന്ന്, നമ്മുടെ പ്രധാനമായ ഏത് കാര്യമാണോ അതിൽ നിന്നും ഒരു വേർപാട് അനിഷ്ട ജീവിതം നമുക്ക് ആവശ്യമാണ്. അത് ക്രിസ്തീയമായ ഒരു ജീവിതം. സ്തോത്രം. അപ്പോൾ ഇവിടെ വീണ്ടും നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചു തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം. ജനനം മുതൽ. എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് ചെയ്യാതെ എവിടെ പോകണം, എന്ത് ചെയ്യണമെന്ന് ആരോടും അദ്ദേഹം ചോദിക്കേണ്ട കാര്യവുമില്ല. അതിനൊട്ടും തയ്യാറുമായിട്ടില്ല. ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം വിളിച്ചവനായ ദൈവം വിശ്വസ്തനാണ്. താൻ ജനനം മുതലേ അറിഞ്ഞിരുന്നതായ ശൗലിനെ വിളിച്ചു, ഇപ്പോൾ വേർതിരിച്ചു. അതിൻ്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ, തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിപ്പിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവരാരോടും ചോദിക്കാതെ, ആലോചിക്കാതെ ദൈവപുത്രനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു ജൈത്രയാത്ര അവിടെ ആരംഭിക്കുകയാണ്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഈ പൗലോസിൻ്റെ ആത്മീയ വളർച്ചയിൽ ഒരു പ്രധാന നാഴികക്കല്ലാണ് ഈ അറേബ്യൻ യാത്ര. ഒരു പ്രധാനമായ ഒരു യാത്ര തന്നെയാണ്. കാരണം ഏതാണ്ട് അറേബ്യൻ ദമസ്കോസിൻ്റെ തെക്കു ഭാഗങ്ങളും അത് കുന്നുകളും കൊണ്ട് നിറഞ്ഞതും പെട്രോപട്ടണം തലസ്ഥാനമായുള്ള ഒരു മരുഭൂ പ്രദേശമാണ്. ഈ യാത്രയിൽ മോശയും ഏലിയാവും അതുപോലെ തന്നെ കർത്താവായ യേശുവും ഒരു കൂട്ടായ്മ പ്രവർത്തിയായ പ്രദേശങ്ങൾ സന്ദർശിക്കുവാൻ അദ്ദേഹം ഇടയായിട്ടുണ്ട്. ആ നടന്നു പോകുന്ന പാതയിലൂടെ, ആ നടക്കുന്ന ആ സമയത്ത് മറ്റൊന്നും അറിയാത്തവനായി ക്രിസ്തുവിനെ മാത്രം അറിഞ്ഞുകൊണ്ട് തൻ്റെ ആ ദൗത്യം സീനായ് മരുഭൂമിയിൽ മോശയും ഏലിയാവും ദൈവമായി കൂട്ടായ്മ പുലർത്തിയ പ്രദേശങ്ങൾ സന്ദർശിക്കുവാൻ ഒരുപക്ഷെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗലാത്യരുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്ന 4-ാം അധ്യായം അതിൻ്റെ 25. കാഗാർ എന്നത്
അറബി ദേശത്ത് സീനായി മലയെ കുറിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരുശലേമിനോട് ഒക്കുന്നു. അതോ തൻ്റെ മക്കളോടുകൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത്. പ്രസ്തുത പൗലോസിൻ്റെ ഈ നിഗമനവും വാക്കുകളും ദൈവത്താൽ നേരിട്ട് ലഭിച്ചതായ ഒരു വെളിപാടുകൾ തന്നെയാണ്. പൗലോസ് കൊടുത്തിരിക്കുന്നതായ അർത്ഥത്തിൻ്റെ ഒരു സൂചനയാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ തൻ്റെ ഈ അറേബ്യൻ യാത്രയിൽ തൻ്റെ പിതാക്കന്മാരുടെ കാൽപ്പാടുകൾ പിന്തുടരുവാനും നമിക്കുവാനും താൻ വളരെയധികം ആഗ്രഹിച്ചു എന്ന് ഈ അറേബ്യൻ യാത്രയിലൂടെ, ഈ വാക്കുകളിലൂടെ നാം മനസ്സിലാക്കാൻ സാധിക്കും. താൻ ദമസ്കോസിലായിരുന്നപ്പോൾ ആരോടും ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ തനിക്ക് ലഭിച്ചതായ വെളിച്ചത്തിൽ പ്രാർത്ഥനയോടെ അവൻ ഇറങ്ങിത്തിരിച്ചു. തൻ്റെ പിതാക്കന്മാരെ ആയിരുന്ന സ്ഥാനങ്ങളിൽ നമിക്കുവാനും ധ്യാനിക്കുവാനും ശേഷം വീണ്ടും എവിടെല്ലാം തനിക്ക് പോകാൻ കഴിയും എവിടെയൊക്കെയും പോകുന്നതിന് മുമ്പായിട്ട് ദൈവത്തിൻ്റെ മാനിച്ച് ദൈവവിളി, ദൈവത്തിൻ്റെ വെളിപ്പാട് അനുസരിച്ച് മുന്നോട്ട് യാത്രയാകുക എന്ന് തന്നെയാണ് ഈ അറേബ്യൻ യാത്രയുടെ ഏറ്റവും വലിയ കാതലായ ഭാഗം. പ്രിയ ദൈവജനമേ, വീണ്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തിന് അവിടേക്ക് പോയി എന്നുള്ളതാണ് നമുക്ക് അടുത്ത ചോദ്യം. ഈ അറബിയ ഭൂമിയിലേക്ക് എന്തിന് പോയി എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ അന്ന് പെന്തക്കോസ്ത് നാളിൽ കൂടി വന്നവരിൽ അറബികളും ഉണ്ടായിരുന്നു. പെന്തക്കോസ്ത് നാളിൽ അവർ ഒരുമിച്ച് കൂടി ഇരുന്ന സമയത്ത് തൻ്റെ ശിഷ്യന്മാർ അന്യഭാഷകളിലൂടെ ദൈവവചനങ്ങൾ പ്രഖ്യാപിക്കുന്ന സമയത്ത് അത് കേട്ടവരും അംഗീകരിച്ചവരും ഒത്തിരി അറബികളും ഉണ്ടായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് ആർക്കും സാധിക്കാത്ത, തിരഞ്ഞെടുക്കാൻ കഴിയാത്തതായ ആ ഒരു യാത്ര ദൈവം തമ്പുരാൻ്റെ ധ്യാനത്തിലൂടെ അതിന് ലഭ്യമായി. സ്തോത്രം. ആ അറബിക്കാരെ കാണുവാനും അവരുടെ സുവിശേഷം അറിയിക്കുവാനും ശൗലിന് ആഗ്രഹമുണ്ടായി. യാതൊരു മനുഷ്യനും അപ്പോസ്തല ശിഷ്യന്മാർ പോലും പൗലോസിനെ യാതൊന്നും പഠിപ്പിച്ചില്ല. പകരം യേശുക്രിസ്തുവിനും നേരിട്ട് ലഭിച്ചതായ ആ സത്യവും ആ ദർശനവും വെളിപാടുമല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. പ്രിയ ദൈവമക്കളെ, മാനസാന്തരം വന്നതിന് ശേഷം ദൈവത്തിന് ലഭിച്ചതായ സന്ദേശമായി ഒരു വ്യക്തി ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറകിലോട്ട് നോക്കേണ്ട യാതൊരു ആവശ്യമില്ല. പുറകോട്ട് നോക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം വിളിച്ചിരിക്കുന്ന മറ്റാരുമല്ല, അഖിലാണ്ടത്തിന് നിർമ്മാതാവും പാപപരിഹാരകനുമായ യേശുക്രിസ്തുവാണ് വിളിച്ചിരിക്കുന്നത്. മനുഷ്യനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്, മറ്റ് നേതാക്കന്മാരല്ല വിളിച്ചിരിക്കുന്നത്. ലോകത്തിൽ ഒരേ ഒരു നേതാവും ലോകം സൃഷ്ടിച്ചവനുമായ പാപപരിഹാരകനും വീണ്ടെടുപ്പുകാരനുമായ യേശുവാണ് തന്നെ വിളിച്ചിരിക്കുന്നത്. ആ ദൗത്യം ശിരസ്സാ വഹിച്ചുകൊണ്ട് ചോദ്യം ചെയ്യാതെ പിറുപിറുക്കാതെ സകലവും നന്മയ്ക്കായി എന്ന് ഓർത്തു ചിന്തിച്ചുകൊണ്ട് ആ അറേബ്യൻ യാത്ര ഏറ്റവും ഊഷ്മളമായിരുന്നു. സ്തോത്രം. അറബികളോട് സുവിശേഷം അറിയിക്കുക, അതിനെക്കുറിച്ച് യേശുവിൻ്റെ സുവിശേഷം അറിയിക്കുക, മാറ്റലി കൊള്ളുന്നതായ, ചരിത്രങ്ങളെ കീറിമുറിക്കുന്നതായ അതേ ഒരു വേർപാടിൻ്റെ അനുഭവത്തിലേക്ക് മതങ്ങളെയും മതമൗലികവാദികളെയും പിച്ച് ചീന്തുന്നതായ ക്രിസ്തുവിൻ്റെ ചരിത്രം, യേശു ക്രിസ്തുവിൻ്റെ ജീവചരിത്രം, യേശുവിൻ്റെ സുവിശേഷം പൗലോസ് അവിടെ പ്രസംഗിക്കുവാൻ ഇടയായി. തൻ്റെ പിതാക്കന്മാർ, അതേ സ്തോത്രം, തൻ്റെ പ്രവാചകന്മാർ കാൽ വെച്ചതായ പ്രത്യക്ഷനായ ആ മണ്ണിൽ, ഭൂമിയിൽ മറ്റൊന്നും ചിന്തിക്കാതെ, ഭയലേശമൊന്നുമില്ലാതെ ആ ചരിത്ര പുരുഷൻ അവിടെ സുവിശേഷം പ്രഖ്യാപിക്കുകയാണ്. ദൈവവൈതലേ, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിങ്ങളൊരു കാര്യം നിങ്ങൾ ചിന്തിച്ചോ?
നിങ്ങൾ ഒരു ദൈവവൈതലാണോ? നിങ്ങൾ മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിയാണോ? നിങ്ങൾ യേശുവിനെ അറിഞ്ഞതായ ഒരു ദൈവവൈതലാണോ? ആണെങ്കിൽ പിറുപിറുക്കാതെ, ആരോടും ചോദ്യം ചെയ്യാതെ, ചോദിക്കാതെ, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം തരുന്ന ദർശനത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് തയ്യാറാണോ? നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത് ആരാണ്? നിങ്ങളുടെ ഭൗതികമായ കാര്യങ്ങളാണോ? നിങ്ങളുടെ വിദ്യാഭ്യാസമാണോ? നിങ്ങളുടെ ജോലിയാണോ? അത് നിങ്ങളെ തടസ്സപ്പെടുത്തുന്നതായ നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടുവെങ്കിൽ ദൈവത്തിൻ്റെ പൈതലെ കേട്ടുകൊണ്ടിരിക്കുന്നതായ സഹോദര സഹോദരി, ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുക. ദൈവം വഴികൾ തുറന്നു തരും, മാർഗം ദൈവം തുറന്നു തരും, തടസ്സങ്ങളെല്ലാം ദൈവം മാറ്റിത്തരും. നിനക്കെതിരായി വരുന്ന ഒരു ശക്തിക്കും നിന്നെ തടസ്സപ്പെടുത്തുവാനോ നിന്നെ വിലക്കുവാനോ സാധ്യമല്ല. നിസ്സാരനല്ല ശൗല്. അദ്ദേഹം കിൽക്കുല്യായിലെ തർസോസ് എന്ന പട്ടണത്തിൽ അതിപുരാതനമായൊരു വാണിജ്യ കേന്ദ്രമായ അതേ തത്വജ്ഞാനികൾ, വലിയ വിദ്യാഭ്യാസമുള്ളതായ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഏറ്റവും പ്രശസ്തതയും ഉള്ളതായ ഒരു വിദ്യാഭ്യാസമുള്ളതായ സംഘന്ദ്രൻ സംഘത്തിലെ ഒരു വ്യക്തിയായ ഉദ്യോഗസ്ഥനായ ശൗല് അവിടുത്തെ റോമൻ ഭരണാധികാരികളിൽ നിന്ന് ഉന്നത അധികാര പത്രവും വാങ്ങി കുതിരപ്പുറത്ത് അഘോരാത്രം ഈ മാർഗക്കാരെ ക്രിസ്ത്യാനികളെ കൊന്നുമുടിച്ച് നാമാവിശേഷമാക്കുകയല്ലാതെ ഞാൻ അടങ്ങുകയില്ല എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോൾ യേശുവിൻ്റെ ഒരു പൈതലായി യേശുവിന് വേണ്ടി സകലം ഒഴിഞ്ഞു വെച്ചിട്ട് യേശുവിന് വേണ്ടി എവിടെല്ലാം പോകാൻ കഴിയുമോ അവിടെല്ലാം താൻ യാത്രയാണ്. മറ്റൊന്നും ചിന്തിക്കാതെ, മറ്റൊരാരോടും ആലോചന ചോദിക്കാതെ, ആരോടെ ഉപദേശം ലഭിക്കാതെ യേശുവിൻ്റെ ഉപദേശവും യേശുവിൻ്റെ വെളിപാടും യേശുവിൻ്റെ ദർശനവുമായി അദ്ദേഹം യാത്രയായി. സ്തോത്രം. ഇവിടെ അപ്പോസ്തലനായ ശ്രേഷ്ഠന്മാർ പോലും പൗലോസിനെ യാതൊന്നും പഠിപ്പിക്കുകയോ യാതൊന്നും ചെയ്തിട്ടുമില്ല. സകലവും യേശുവിൽ നിന്ന് ലഭിച്ചതായി വെളിപാട് മാത്രമേ ഉള്ളൂ. പ്രസ്തുത വെളിപ്പാട് യേശുക്രിസ്തു കർത്താവ് എന്ന സത്യത്തിൻ്റെ ഉള്ളറകളിലേക്ക് പൗലോസ് എനിക്ക് ജീവിക്കുന്നതും അതേ മരിക്കുന്നത് ലാഭവും എന്ന് പൗലോസ് പിന്നത്തിൽ പറയുകയാണ്. സ്തോത്രം. ഫിലിപ്പിയർക്ക് ലേഖനം 1:21 വാക്യം, ഇനി ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാണ്. ഞാൻ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞു, യഥാർത്ഥ എൻ്റെ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞു. ഇനി അവനിലൂടെ മാത്രമേ എനിക്ക് ജീവനും മരണവുമുള്ളൂ. ആ യേശുവിന് വേണ്ടി മാത്രം ജീവിക്കും, ആ യേശുവിന് വേണ്ടി മാത്രം മരിക്കും. സ്തോത്രം. ഇങ്ങനെ പറയുവാനുള്ളതായ ഒരു ജീവദർശനം ലഭിച്ചതും ഈ അറബിയും യാത്രയിലൂടെയാണ്. പ്രിയ സ്നേഹിതരെ, ക്രിസ്തുവിനെ ഘോഷിക്കുവാൻ, ക്രിസ്തുവിൻ്റെ സാക്ഷിയായി തീരുവാൻ, ക്രിസ്തുവിൻ്റെ വചനം പ്രസംഗിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? ഈ പൗലോസിൻ്റെ ജീവയാത്ര നിങ്ങൾ നല്ലവണ്ണം ഒന്ന് വീഴ്ച നോക്കി, നിങ്ങൾക്ക് പുറകിലോട്ട് നോക്കുകയും അവൻ വന്ന വഴികൾ, അവൻ പിന്നിട്ട പാതകളിൽ, സ്തേഫാനോസിനെ കൊല്ലുന്നതിൽ അവൻ മുൻപന്തി നിന്നവൻ, സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നവരുടെ വസ്ത്രം സൂക്ഷിച്ചിരുന്നവൻ, സ്തേഫാനോസിനെ കൊല്ലുന്നതിന് ശൗലിനും സമ്മതമായിരുന്നു. ശേഷം ദമസ്കോസിലുള്ള യാത്രയിൽ യേശുവിനാൽ പിടിക്കപ്പെട്ടു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്നാ വാക്കുകൾ കേട്ടപ്പോൾ നീ ആര് എന്ന് ചോദിക്കുന്നു. നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാകുന്ന ഞാൻ. ആ നിമിഷത്തിലാണ് ഇതാണ് യേശു എന്നവൻ അറിയുന്നത്. ഇതുപോലൊരു ദൈവമില്ല എന്ന് മനസ്സിലാക്കി. അതിനുശേഷം സകലം അടിയറ വെച്ച് അവൻ്റെ ഈർഷ്യ, അവൻ്റെ അസൂയ, അവൻ്റെ ആക്രമണം,
അവൻ്റെ പീഡനം സകലവും യേശുവിന് വേണ്ടി കാൽക്കൽ വെച്ചു. ഇനി ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. എല്ലാ ക്രോധവും, എല്ലാ മതവിദ്വേഷവും, എല്ലാ മതമൗലികവാദങ്ങളും സകലം അടിയറ വെച്ചിട്ട് ഇനി ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് പറയുവാൻ ദൈവവേദലെ ഈ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് തയ്യാറാണോ? ഞാൻ യേശുവിനെ അറിഞ്ഞ വ്യക്തിയാണ്. ഏതെല്ലാം എനിക്കെതിരായി വന്നിരുന്നാലും, എൻ്റെ സഭയിലൂടെ, എൻ്റെ ദേശത്തിലൂടെ എന്തെല്ലാം കടന്നു വന്നാലും എന്നെ ശക്തനാക്കുന്നവന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ എന്ന് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നു. എവിടെല്ലാം തനിക്കെതിരായി പ്രശ്നങ്ങളോ പ്രലോഭനങ്ങളോ ഉണ്ടാകുന്നുവോ അവയുടെ നടുവിലൂടെ, അതിൻ്റെ പാതയിലൂടെ നടക്കുവാൻ യാതൊരു വൈമനസ്യവുമില്ലാതെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ എന്ന് പറഞ്ഞുകൊണ്ട് താൻ എവിടെല്ലാം എന്നെ അയക്കുമോ അവിടെയെല്ലാം യേശുവിന് വേണ്ടി ശുശ്രൂഷകൾ ചെയ്യുവാനും യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ഘോഷിക്കുവാനും അല്ലാതെ അവൻ മറ്റൊന്നിനും അവൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അവൻ്റെ ജനനം മുതൽ വിളിച്ചു വേർതിരിച്ചു. സ്നേഹിത, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പലരും യേശുവിനെ നന്നായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. നിങ്ങൾ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ അനേക അത്ഭുതങ്ങൾ നേടിയവരായിരിക്കാം. എന്നാൽ യേശുവിന് വേണ്ടി സ്വയം മനസ്സാൽ ഒന്ന് ഇറങ്ങിത്തിരിക്കുവാൻ, നിങ്ങൾക്ക് ലഭിച്ചതായ വെളിച്ചം മറ്റുള്ളവരോടൊന്ന് പറയുവാൻ, നിങ്ങളെ തകർക്കുവാനും നിങ്ങളെ നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നിങ്ങളുടെ സ്വന്തം മനസ്സാക്ഷി നിങ്ങൾ അനുവദിക്കുന്നോ? അത് അനുവദിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ യേശുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ തീർച്ചയായിട്ടും അതിനു വേണ്ടി വേർതിരിക്കുക തന്നെ ചെയ്യും. വിളിയും വേർതിരിയും ഇല്ലാതെ നിങ്ങൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ തക്കവണ്ണം നിങ്ങൾക്ക് ഒരിക്കലും സാധ്യമല്ല. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, അപ്പോസ്തലനായ ആ പൗലോസ് അതേ അറബിയിലേക്ക് യാത്രയായി. അവിടെ അറബികളുടെ സുവിശേഷം അറിയിച്ചു. അവിടെ ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കുവാൻ തനിക്ക് ലഭിച്ചതായ അവസരം നമുക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മുടെ കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങളങ്ങ് സ്തുതിക്കുകയാണ്. ശൗലിൻ്റെ ഈ അറബിയും യാത്രയിൽ തൻ്റെ പിതാക്കന്മാരുടെ ആ പാതകളെ സ്മരിച്ചുകൊണ്ട് യേശുവിന് വേണ്ടി എവിടെല്ലാം ആയിരിക്കുമോ അവിടെല്ലാം ആയിരിക്കുവാനും എവിടെല്ലാം പോകുമോ അവിടെയൊക്കെ പോകുവാനും തൻ്റെ മകനെ ഒരുക്കിനായി അങ്ങ് നന്ദി പറഞ്ഞു. ദൈവമേ, ആയതുപോലെ കേട്ടുകൊണ്ടിരിക്കുന്ന അതിൻ്റെ മക്കളെയും അപ്രകാരം ഒരുക്കുവാൻ ഇടയാകണം. അവിടെ ആവശ്യങ്ങളെ, അവിടെ തീരുമാനങ്ങളെ നീ ബലപ്പെടുത്തി, തീരുമാനങ്ങൾക്ക് നീ മറുപടി കൊടുത്ത് നീ അവരെ അനുഗ്രഹിക്കണം. പ്രാർത്ഥന അവിടെ നിന്ന് കേട്ടതിനായി അങ്ങേക്ക് നന്ദി പറയുന്നു. എല്ലാം യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സകലവും താഴ്മയായി കെഞ്ചുന്നു കേൾക്കണം പ്രിയ പിതാവേ. ആമേൻ.